എന്തുകൊണ്ട് അരിക്ക് വില കൂടുന്നു? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ്. കഴിഞ്ഞ വർഷം 52 ലക്ഷം ടൺ അരിയാണ് FCI പെട്രോളിൽ കലർത്താനുള്ള എത്തനോൾ ഉണ്ടാക്കാൻ കൈമാറിയത്. 20% എത്തനോൾ ചേർത്ത ആ പെട്രോളാണ് നമ്മളൊക്കെ വണ്ടികളിൽ അടിക്കുന്നത്. ആ വണ്ടികളാണ് പഴയ മൈലേജ് ഇല്ലാതെ വഴിയിൽ കിടക്കുന്നത്. അതേ വണ്ടികൾക്കാണ് 6 മാസം കൂടുമ്പോൾ എൻജിൻ പണി വരുന്നത്. വണ്ടിയും എഞ്ചിനും വഴിയിൽ കിടക്കട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ ഓണത്തിന് ചോദിച്ചാൽ പോലും സംസ്ഥാനത്തിന് 1 കിലോ അരി കൂടുതൽ കിട്ടാതിരിക്കുന്നതും ഇതുകൊണ്ടാണ്. ഇത്രയും ഉൽപാദനം ഉണ്ടായിട്ടും അരിവില കിലോയ്ക്ക് 50-ന് മുകളിൽ നിൽക്കുന്നതും ഇതേ കാരണം കൊണ്ട്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. അരിക്കലത്തിൽ മണ്ണ് വാരിയിടുന്ന പെട്രോൾ വിൽപ്പന. കഴിഞ്ഞ ഒരു വർഷം മാത്രം എത്തനോൾ ഉണ്ടാക്കാൻ FCI നൽകിയ അരിയുടെ അളവാണ് 52 ലക്ഷം ടൺ. എന്ന് പറഞ്ഞാൽ അത് 520 കോടി കിലോ വരും. കേരളത്തിലാണെങ്കിൽ കുഞ്ഞുകുട്ടികളും വയോധികരും അടക്കം ഓരോരുത്തർക്കും 140 കിലോ വീതം നൽകാനുള്ളത്ര അരിയുണ്ട്. ഇനി രാജ്യത്തെ കാര്യമെടുത്താൽ എല്ലാവർക്കും 3.5 കിലോ വീതം നൽകാവുന്ന അത്രയും അരിയാണിത്. ഈ അരി കൊണ്ടാണ് പെട്രോളിൽ കലർത്താനുള്ള എത്തനോൾ ഉണ്ടാക്കിയത്. എത്തനോൾ ഉണ്ടാക്കാനായി അരി നൽകി തുടങ്ങിയ ശേഷമുള്ള വില വ്യത്യാസം നോക്കൂ. ഓഗസ്റ്റ് 25-ന് എറണാകുളത്ത് ചുവന്ന മട്ടയ്ക്ക് 56 രൂപയും പത്തനംതിട്ടയിൽ 55 രൂപയുമാണ്. കേരളത്തിലെ ശരാശരി വില 51 രൂപ 64 പൈസ. തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ ശരാശരി വില കിലോയ്ക്ക് 55 രൂപ 50 പൈസയാണ്. നമുക്ക് അരി തരുന്ന ആന്ധ്രയിൽ 47 രൂപ 35 പൈസ, തെലുങ്കാനയിൽ 54 രൂപ 60 പൈസ, കർണാടകയിൽ 47 രൂപ 44 പൈസ. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ മാത്രമല്ല, ഉൽപാദന സംസ്ഥാനങ്ങളിലും 2 വർഷമായി ഈ തീ വിലയാണ്. 35 രൂപയുടെ പരിസരത്തു നിന്നിരുന്ന വിലയാണ് 50-ന്റെ പരിസരത്തേക്ക് കുതിച്ചുയർന്നത്. റേഷൻ കടകൾ വഴിയുള്ള അരി വിതരണം കേന്ദ്ര സർക്കാർ കുത്തനെ കുറച്ചു. അതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കാൻ കുടുംബങ്ങൾ കൂടുതലും നിർബന്ധിതമായി. അവിടെ അരി ആവശ്യത്തിന് കിട്ടാനില്ലാത്ത സ്ഥിതിയായി. എത്തനോൾ ഉൽപാദനത്തിനായി 520 കോടി കിലോ അരി വകമാറ്റിയതോടെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ പെട്രോളിൽ എന്താണ് എത്തനോൾ കൊണ്ട് ചെയ്യുന്നത്? പെട്രോളിൽ കലർത്തുന്ന എത്തനോളിന്റെ അളവ് 20% ഇന്ത്യ കണക്കാക്കിയിരുന്ന സമയപരിധി 2030 ആയിരുന്നു. 80% പെട്രോളും 20% എത്തനോളും ചേർത്ത് വിൽക്കാനുള്ള പദ്ധതിയാണിത്. ജൈവ വസ്തുക്കളിൽ നിന്ന് എത്തനോൾ ഉണ്ടാക്കാനുള്ള സമയപരിധിയായി നിശ്ചയിച്ചിരുന്നത് ആ കാലമാണ്. എന്നാൽ അത് 5 വർഷം നേരത്തെയാക്കാനായി വ്യാപകമായി അരി ഉപയോഗിച്ച് എത്തനോൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മാത്രം 520 കോടി കിലോ അരി എത്തനോൾ ഉണ്ടാക്കാനായി FCI കൈമാറിയത്. ഈ സംഗതി വലിയ വിവാദമായപ്പോൾ കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രാലയം ഒരു വിശദീകരണ കുറിപ്പിറക്കി. 20% എത്തനോൾ ചേർത്ത് തുടങ്ങിയതോടെ രാജ്യം 1,44 ലക്ഷം രൂപയുടെ വിദേശ നാണ്യം ലാഭിച്ചുവെന്ന്. അതിൽ പറഞ്ഞിരിക്കുന്നത് 30 കോടി മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്നതിന് തുല്യമായ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ ഒഴിവാക്കാൻ കഴിഞ്ഞു. നെൽ കർഷകർക്ക് ആയിരക്കണക്കിന് കോടി രൂപ വരുമാനം കിട്ടി. ഇത് മൂന്നുമാണ് ആ വിശദീകരണ കുറിപ്പിലുണ്ടായിരുന്നത്. 245 ലക്ഷം ടൺ അസംസ്കൃത എണ്ണ വേണ്ടി വരുന്ന സ്ഥാനത്താണ് ഇത്രയും എത്തനോൾ ഉപയോഗിച്ചതെന്നാണ് മന്ത്രാലയം പറയുന്നത്. അതുവഴി 1,44,087 കോടി രൂപയാണ് വിദേശ നാണ്യത്തിന്റെ ശേഖരത്തിലേക്ക് മാറിയത്. ഇതുമൂലം 736 ലക്ഷം ടൺ കാർബൺ ബഹിർഗമനവും ഒഴിവാക്കിയെന്നും ഈ വിശദീകരണ കുറിപ്പിലുണ്ട്. ഇത്രയും അരി എത്തനോൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചതോടെ കർഷകർക്ക് 40,000 കോടി രൂപ ലഭിച്ചുവെന്നും മന്ത്രാലയം അവകാശപ്പെടുന്നു. എത്തനോൾ ഉപയോഗിക്കാൻ പര്യാപ്തമായ വാഹനങ്ങളല്ല ഇപ്പോഴുള്ളത്. ഇതുമൂലം മൈലേജ് പകുതിയായി വരെ കുറയുന്നു എന്നാണ് പരാതി. 70 കിലോമീറ്റർ മൈലേജ് കിട്ടിയിരുന്ന ഇരുചക്ര വാഹനത്തിന് ഇപ്പോൾ പരമാവധി 40 കിലോമീറ്ററിലേക്ക് മൈലേജ് ചുരുങ്ങിയിട്ടുണ്ട്. 20 കിലോമീറ്റർ കിട്ടിയിരുന്ന കാറുകൾക്ക് 12 കിലോമീറ്ററിലേക്ക് വരെ മൈലേജ് ചുരുങ്ങുകയും ചെയ്യുന്നു. ഇതുമൂലം കൂടുതൽ പെട്രോൾ അടിക്കേണ്ടി വരുന്നു. പെട്രോളിയം മന്ത്രാലയം പറയുന്ന ലാഭം അതുകൊണ്ട് തന്നെ വാസ്തവവുമായി ബന്ധമില്ലാത്തതാണെന്നാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതികരണം. വണ്ടികളുടെ എഞ്ചിൻ പണി പല മടങ്ങ് വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എത്തനോളിന് പര്യാപ്തമായ വിധത്തിൽ നിർമ്മിച്ചതല്ല പല വാഹനങ്ങളും. മാരുതി സുസുക്കിക്ക് ഇപ്പോൾ E20 കിറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അതിന് വില 6,000 രൂപ വരെയാണ്. ഫ്യൂൽ ലൈനുകളും ഗ്യാസ്കറ്റുകളും റബ്ബർ സീലുകളും ഒക്കെ അടങ്ങുന്നതാണ് കിറ്റുകൾ. ബജാജ് സ്വന്തം വാഹന ഉപയോക്താക്കൾക്കായി ഫ്യൂൽ ക്ലീനർ ഉപയോഗിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഒരു ഫുൾ ടാങ്ക് പെട്രോൾ വൃത്തിയാക്കാൻ 100 രൂപയുടെ ക്ലീനർ വേണം.
അതോടെ പെട്രോളിനൊപ്പം ലിറ്ററിന് 10 രൂപ കൂടുന്ന സ്ഥിതിയുണ്ട്. മിക്ക ഇരുചക്ര വാഹനങ്ങളിലും പരമാവധി 10 ലിറ്റർ ഒക്കെയാണ് കപ്പാസിറ്റി. വാഹന നിർമ്മാതാക്കൾക്കു തന്നെ കിറ്റുകൾ ഇറക്കേണ്ടി വന്നതോടെ ഉപയോക്താക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്നും തെളിഞ്ഞു. പല വാഹനങ്ങളും വഴിയിൽ കിടക്കേണ്ടി വരുന്നത് എഥനോൾ താങ്ങാനാവാതെയാണ്. ഈ കിറ്റുകൾക്കായി അധികം പണം മുടക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല, ഇത് മാറ്റി സ്ഥാപിക്കാനും അതിലേറെ തുക സർവീസ് സെന്ററുകൾക്ക് നൽകേണ്ടിയും വരുന്നുണ്ട്. കിറ്റുകൾ മാറ്റിവെച്ച വാഹന ഉടമകളിൽ പലരും തൃപ്തരല്ല. വാഹനത്തിന്റെ പ്രകടനം മോശമായി തന്നെ തുടരുകയാണെന്നാണ് പരാതി. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി, വിപണിയും കമ്പനികളും തയ്യാറെടുക്കുന്നതിന് മുൻപാണ് എഥനോൾ 20% എന്ന E20 ലക്ഷ്യം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. അതിനായി വകമാറ്റി ഉപയോഗിച്ചതാണ് മനുഷ്യൻ കഴിക്കേണ്ട അരിയും. അരിയിൽ നിന്നും കരിമ്പിൽ നിന്നുമാണ് ഇപ്പോൾ എഥനോൾ നിർമ്മിക്കുന്നത്. പഞ്ചസാരയ്ക്കും അരിക്കും വില ഉയർന്നു നിൽക്കുന്നതിന്റെ കാരണവും ഇതാണ്. ഇത് രണ്ടും എഥനോൾ നിർമ്മാണത്തിന് ഉപയോഗിച്ച് തുടങ്ങിയതോടെ 15 രൂപയാണ് കിലോയ്ക്ക് വില വർദ്ധിച്ചത്. എഥനോളിന്റെ 40% കരിമ്പ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് ചോളമാണ്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം 520 കോടി കിലോ അരിയെടുത്ത് എഥനോൾ നിർമ്മിക്കാനായി കൊടുത്തത്. FCI പാവങ്ങൾക്ക് നൽകാനായി സംഭരിച്ചുകൊണ്ടിരുന്ന അരിയാണ് ഈ വിധം വകമാറ്റിയത്. അതും വേണ്ടത്ര കൂടിയാലോചനയോ പഠനവോ ഒന്നുമില്ലാതെ നടത്തിയ നീക്കം. 20% എഥനോൾ ചേർക്കുന്നത് 2030 ആകുമ്പോഴേക്ക് മതി എന്നാണ് നീതി ആയോഗ് പോലും പറഞ്ഞിരിക്കുന്നത്. അക്കാലമാകുമ്പോഴേക്ക് എഥനോൾ നിർമ്മാണത്തിന് ഉപയുക്തമാകുന്ന ചെടികളുടെ കൃഷി വ്യാപിപ്പിക്കാൻ കഴിയുമായിരുന്നു. അരിയോ കരിമ്പോ ചോളമോ ഉപയോഗിക്കാത്തൊരു സ്ഥിതിയും നമുക്കുണ്ടാകുമായിരുന്നു. വാഹനങ്ങൾ കൂടുതൽ E20ക്ക് പര്യാപ്തമാകുന്ന രീതിയിൽ മാറ്റാനും കഴിയുമായിരുന്നു. അതിവേഗം ഈ തീരുമാനം നടപ്പാക്കിയതിന്റെ നേട്ടം ഏതൊക്കെ കമ്പനികൾക്ക് പോയി എന്നാണ് ഇനി വെളിപ്പെടാനുള്ളത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.